വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനിരയായ യുവതിയെ ഫോണിൽ വിളിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. യുവതിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുമെന്നും വീഴ്ചയുണ്ടെങ്കിൽ നടപടികൾ സ്വീകരിക്കും എന്നുമാണ് മന്ത്രിയുടെ ഉറപ്പ്. പ്രതീക്ഷ പകരുന്ന വാക്കുകളാണ് മന്ത്രിയുടേത് എന്ന് യുവതിയും കുടുംബാംഗങ്ങളും പ്രതികരിച്ചു. പ്രസവശേഷം ശരീരത്തിൽ തുണിക്കെട്ട് കുടുങ്ങിയത് മൂലം ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിടേണ്ടി വന്ന യുവതിയെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫോണിൽ വിളിച്ചു. ഒപ്പമുണ്ടെന്ന് ഉറപ്പു നൽകി. പിന്നെ മോൾക്ക് എന്തെങ്കിലും ഇപ്പോ ശരീരത്തിനുള്ള അസ്വസ്ഥതകൾ സംബന്ധിച്ച് അതുപോലെ ശരീരത്തിലൊരു പൂർണ്ണമായൊരു ചെക്കപ്പ് നടത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ പറഞ്ഞ് ഏർപ്പെടുത്തി. അപ്പൊ എല്ലാ ഗൈനക്കോളജി മാത്രമല്ല എല്ലാ ഡോക്ടേഴ്സും ഒന്ന് കണ്ട് എന്റെ പരിശോധനകൾ നടത്തി മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കും. മോള് വിഷമിക്കേണ്ട, മോള് കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ ഇരിക്കണം, മനസ്സ് വിഷമിപ്പിക്കരുത്. ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ കൂടെ, കേട്ടോ. മന്ത്രിയുടെ വാക്കുകൾ ആശ്വാസം പകരുന്നതായി യുവതിയും ബന്ധുക്കളും. വിളിച്ചിട്ട് നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്ക് വന്നത് നമ്മൾ ഫുൾ ബോഡി മോളെ ചെക്കപ്പ് ചെയ്യുക, മോളുടെ അവസ്ഥ നമുക്ക് മനസ്സിലായി, അവർ വീട്ടിൽ വന്നിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. മിനിസ്റ്റർ വിളിച്ചപ്പോൾ നമുക്ക് കുറേയെങ്കിലും ആശ്വാസമുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുമെന്നുള്ള അവർ പറയുകയും ചെയ്തപ്പോൾ നീതി കിട്ടുമെന്നുള്ളൊരു ഉറപ്പും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട ചികിത്സ ചെയ്തു തരാമെന്നും അറിയിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട മേൽ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. പിന്നെ വിദഗ്ധ ഡോക്ടേഴ്സിനെ നാളെ ആകുമ്പോഴേക്കും വിടും. അതിന് വേണ്ട നടപടി എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു. നാളെ യുവതിയുടെ ആരോഗ്യ പരിശോധന നടത്തും. തുടർ ചികിത്സയും ഉറപ്പാക്കും. സംഭവത്തിൽ തുടരന്വേഷണത്തിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. തുണിക്കെട്ടുൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കും. കോഴിക്കോട് നിന്നാകും ഈ സംഘം എത്തുക. DMO ഡോക്ടർ ആൻസി മേരി ജേക്കബ് യുവതിയുടെ വീട്ടിൽ നേരിട്ടെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് വീട്ടിലെത്തിയത്. അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് നീക്കം. ഗുരുതരമായ ചികിത്സാ പിഴവ് സംബന്ധിച്ച വാർത്ത ആദ്യം പുറം ലോകത്തേക്ക് എത്തിയത് 24-ലൂടെ. തുടർന്ന് പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായി. യുവതിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്, അതുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മനു ദാമോദരനും ജസ്റ്റിൻ ചെഞ്ചട്ടയിലിനുമൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.